അപ്പം നിഞ്ചാൻ്റെക്ക് സ്വാഗതം. ഇതിപ്പം എത്ര ആളായി വണ്ടി എടുത്തിട്ട്? വണ്ടി എടുത്തിട്ട് 2.5 വർഷമായി. എത്ര കിലോമീറ്റർ? 1,36,000 കഴിഞ്ഞു. 1,36. നേരത്തെ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ ബാറ്ററി ചേഞ്ച് ചെയ്തതിൻ്റെ. അതെ 90,000 കിലോമീറ്ററിന് ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്തായിരുന്നു. അപ്പം വാറണ്ടിക്കകത്ത് തന്നെയല്ലേ? വാറണ്ടിക്കകത്ത് തന്നെ, നമുക്ക് പൈസ ഒന്നും ആയില്ല. അപ്പോൾ ഇതിൻ്റെ വാറണ്ടിയുടെ ആ ഒരു ഫെസിലിറ്റി ഇത് എങ്ങനെയാണ് ഇത് വരുന്നത്? സത്യം നമുക്ക് വണ്ടിയുടെ വാറണ്ടി വരുന്നത് 1,25,000 അല്ലെങ്കിൽ 3 വർഷം. ബാറ്ററിക്കും മോട്ടറിനും വാറണ്ടി വരുന്നത് 1,60,000 അല്ലെങ്കിൽ 8 വർഷം. 8 വർഷത്തേക്ക്. അപ്പം നമുക്ക് ഇതിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടായിരുന്നോ ബാറ്ററി ചേഞ്ച് ചെയ്യുന്നത്? ഒരു പ്രശ്നമില്ല. നമ്മൾ കൊണ്ട് കാണിച്ചു, അവർ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. ബാറ്ററി വരാണ്ടൊരു 10-20 ദിവസം എടുത്തു. ബാറ്ററി വന്ന് 2 ദിവസം കൊണ്ട് മാറി വെച്ച് തന്നു. അപ്പം 10 ദിവസം വണ്ടി നമ്മുടെ കയ്യിലില്ലായിരുന്നു? നമ്മുടെ കയ്യിൽ തന്നെയായിരുന്നു വണ്ടി. അവർ ബാറ്ററി കൊണ്ടുപോയില്ല. വന്നതിന് ശേഷമാണ് ബാറ്ററി മേടിച്ചത്. അന്നിപ്പോൾ ഓടിക്കാൻ പറ്റുന്ന ഇതിലല്ലായിരുന്നു? അതെ എനിക്ക് 14% എറർ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആകാതെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ ഓടിച്ചു. 14 വരെ അതിന് മുമ്പ് ചാർജ് ചെയ്തു. ഓക്കെ. ഇതിന് ശേഷം ഇത് ബാറ്ററി ആരെങ്കിലും അല്ലാതെ വാറണ്ടി കഴിഞ്ഞതിന് ശേഷം ചേഞ്ച് ചെയ്തു? ഇതുവരെ ആരും അത്രയും കിലോമീറ്ററിലോട്ട് എത്തിയിട്ടില്ലെന്നാണ് അറിഞ്ഞത്. ഒരു പാർട്ടിയും കണ്ടായിട്ടുണ്ട് പുള്ളിക്കേഷൻ. ഇതുവരെ ബാറ്ററി കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. വാറണ്ടി ഇത് ടൈം ഇത് കഴിഞ്ഞു? 160 കഴിഞ്ഞു പുള്ളിയുടെ. 160 കഴിഞ്ഞു. പുള്ളിയുടെ 3.5 വർഷം ഉണ്ടായി. 3.5 വർഷമുണ്ട്. ആദ്യത്തെ നെക്സോൺ EV ഇറങ്ങിയ ആദ്യത്തെ വണ്ടിയാണ്. ഓക്കെ. ചേട്ടന് ചാനലും കൂടെ? ഞാനൊരു ചാനൽ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്, നിതിൻസ് ഗരാജ് എന്ന് പറഞ്ഞാണ്. നിതിൻസ് ഗരാജ്. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഇത് ലിങ്ക് എല്ലാം ഇട്ടേക്കാം. ഓക്കെ. ലോങ് പോയത്? അതെ ഞാൻ സോൻമാർഗ് വരെ ഒന്ന് പോയായിരുന്നു ഇവിടുന്ന്. അപ്പോൾ എത്ര കിലോമീറ്റർ? ഇവിടുന്ന് ഏകദേശം 7,989 കിലോമീറ്റർ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ? അപ്പ് ആൻഡ് ഡൗൺ. അപ്പം ചാർജിങ്ങിൻ്റെ ഇത് നമുക്ക് ശ്രീനഗർ വരെ ഫാസ്റ്റ് ചാർജേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഒരു ചെറിയ തപ്പലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ പ്ലഗ്ഷെയർ എന്ന് പറഞ്ഞ ആപ്പിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഐഡൻറ്റിഫൈ ചെയ്ത് യാത്ര തുടങ്ങുന്നത്. എവിടെയൊക്കെ ഇതുണ്ടെന്നുള്ള കറക്റ്റായിട്ട് അറിയാം. പിന്നെ ആ ആപ്പ് മാത്രം ഉപയോഗിച്ചാൽ പോരാ, അതിനകത്ത് നോക്കി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ കമ്പനിയുടെ ആപ്പും കൂടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ. പിന്നെ ഇത് ഇത്രയും ലോങ് പോയത് അധികം അങ്ങനെ കേട്ടിട്ടില്ല. നെക്സോൺ ഒരു ഇലക്ട്രിക് വണ്ടിയല്ലേ? അപ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ? ആദ്യമൊക്കെ നമുക്കിത് പറ്റുമോ, തിരിച്ചു പോയാലോ എന്നൊക്കെ ചിന്തിച്ചാൽ, പിന്നെ ഒരു വിധത്തിൽ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞത് പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നപ്പോൾ പിന്നെ കണ്ടിന്യൂ ചെയ്തത്. പക്ഷേ ഒരു പരിധി വിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് ധൈര്യം പോയി വരാം. ആദ്യത്തെ തുടക്കത്തിന് മാത്രമേ ഉള്ളൂ. ഇത് പോകുമ്പോഴത്തേക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അതിന് വേണ്ടി? ഞാൻ ആദ്യം വണ്ടി ഒന്ന് സർവീസ് ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചായിരുന്നു. ടയർ ഒന്ന് മാറി. പിന്നെ പ്ലഗ്ഷെയറിൻ്റെ ആപ്പ് ഉപയോഗിച്ച് ഒരു 5-10 ദിവസം മെനക്കെട്ടിരുന്ന് നമ്മളത് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തു. കാരണം വെച്ചാൽ ഇത്രയും ദൂരം പോകുന്നതല്ലേ, എവിടെയെങ്കിലും ചാർജിങ് സ്റ്റേഷന് പ്രശ്നം വന്നാൽ അത് ഞാൻ ഈ ബൈപ്പാസ് മാത്രം കേന്ദ്രീകരിച്ചുള്ള ഇതാണ് നോക്കിയത്. ടൗണുകളിലൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ബൈപ്പാസുകളിൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം, നോക്കി വേണം പോകാൻ, അല്ലെങ്കിൽ പെട്ടുപോകും. ഓക്കെ. ഇന്ന് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കുഴപ്പമില്ലായിരുന്നു. 10-14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ച്, ഒരു മടുപ്പുമില്ലായിരുന്നു. ആൾക്കാരെല്ലാം മടുപ്പിക്കുക എന്തെങ്കിലും ഇത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന റിസ്ക് ആണെന്ന് അങ്ങനെ? ഇല്ല, എനിക്ക് തോന്നുന്നു നോർത്തിൽ വെച്ചൊരു പാർട്ടി ഇങ്ങനെ ചാർജിങ് സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ പുള്ളി മാത്രമേ ചോദിച്ചു, നിങ്ങൾക്ക് വട്ടാണോ കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം? എല്ലാവരും അതെ ഇത്രയും ദൂരം എന്ന് കേൾക്കുമ്പോൾ കൂടുതലും ഈ ഡൽഹിയിൽ നിന്നൊക്കെയാണ് എല്ലാവരും ലേക്കും സോൻമാർഗിനൊക്കെ പോകാൻ ശ്രമിച്ചേക്കുന്നതൊക്കെ. ഇത്രയും ദൂരം എനിക്ക് തോന്നുന്നില്ല ആരും ഇവിടുന്ന്. എൻ്റെ അറിവിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ. പ്രൈമാണ് എൻ്റെ വണ്ടി. മറ്റേ മാക്സിൻ്റെ അത്ര മൈലേജ് ഇല്ല, 200 കിലോമീറ്റർ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടാത്ത വണ്ടിയാണ്. 200? ഇത് കമ്പനി ഇപ്പോൾ എത്ര ഇതിന്? 320 പറയുന്നത്. അത്ര 200 അവറേജ് നമുക്ക്? 200-220. പക്ഷേ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ കുറേ കൂടെ മൈലേജ് കിട്ടും കേട്ടോ. വഴി നല്ലതാണ്, സ്ട്രെയിറ്റ് റോഡാണ്. ഇത് എത്ര കിലോമീറ്റർ ഇതിനൊരു ബാധകമാണോ? നമ്മൾ സ്പീഡ് എടുക്കുന്നത് അതൊക്കെ എങ്ങനെയാണ്? ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ മൈലേജ് കുറയും. നമ്മളൊരു യാത്ര ഫുള്ളൊരു 80-70 ഇടയ്ക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ പറ്റും അത്ര സ്പീഡിൽ. കാരണം വെച്ചാൽ അതിനുള്ള വണ്ടിയേ റോഡിലുള്ളൂ. റോഡും നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ സർവീസും കാര്യങ്ങളും ഒക്കെ? സർവീസ് എല്ലാം 7,500-നാണ്. 7,500 ഒരു ചെറിയ നോമിനലായിട്ടുള്ള പൈസയേ ഉള്ളൂ. 15,000, 3,000, 4,000 എല്ലാം 30,000-60,000 മേജർ സർവീസ്. അങ്ങനെയാണ്. അതിനകത്ത് അവർ കൂളൻറ്റിൻ്റെ ഫ്ലൂയിഡ് മാറ്റും, ഓയിൽ മാറ്റും, അങ്ങനെ എയർ ഫിൽറ്റർ, അങ്ങനെ കുറേ സാധനങ്ങൾ അതും ഇതും എല്ലാം കൂടെ മാറ്റി ഒരു 16,000 രൂപയ്ക്ക് എടുത്ത് ബില്ലാക്കും. ഓക്കെ. പിന്നെ അല്ലാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും ഹിഡൻ ചാർജസ് നമ്മളിപ്പം വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഇവർ പറയുന്ന ഒരു ഇതല്ലാതെ നമ്മൾ റിയൽ ലൈഫിൽ വണ്ടി എടുത്തതിന് ശേഷം അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല.
നമുക്ക് ഞാൻ അത് പുതുക്കുന്നതുകൊണ്ടാണ് സെറ്റ് കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് വണ്ടിയുടെ. അത് ഞാൻ ഒരു വർഷത്തേക്കാണ് 3000 ചില്ലുവാനും രൂപ വരും. അത് ഞാൻ ഇതുവരെ എല്ലാ വർഷവും പുതുക്കി. ഓക്കെ. കാരണം എനിക്കത് ഉപയോഗം ഉണ്ടാകാം എന്നുള്ളൊരു ഇതുവരെ അങ്ങനെ നമുക്കതുകൊണ്ടൊരു വണ്ടി താക്കോലിൻ്റെ അകത്ത് ഒരു ലോക്കായി പോവോ അങ്ങനെ വല്ലതും ചെയ്താൽ നമുക്കത് ഉപയോഗിച്ച് ഡീറ്റെയിലും കൂടെ ഒന്ന് പറയാ ആപ്പിൻ്റെ. സെറ്റ് കണക്ട് എന്ന് പറഞ്ഞാണ് ടാറ്റയുടെ നമ്മുടെ വണ്ടിയായിട്ട് നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്യുന്ന ഒരു ആപ്പാണ്. ആ ആപ്പ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം, AC ഓണാക്കാം, പാർക്ക് ലൈറ്റ് ഇടാം, ഹെഡ് ലൈറ്റ് ഇടാം, ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വണ്ടി ട്രാക്ക് ചെയ്യാം, വണ്ടി മൊബിലൈസ് ചെയ്ത് നിർത്താം, അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പക്ഷെ മിക്കവരും അത് ആദ്യത്തെ വർഷം കഴിഞ്ഞ് പിന്നെ എടുക്കാറില്ല. കാരണം ഈ പൈസ ഇത്ര കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെ ഇത്രയും ലോങ് പോയതിന് ശേഷം അല്ല ഈ പോകുന്ന സമയത്ത് ടാറ്റയുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ടൊക്കെയുള്ള ഞാൻ ടാറ്റയുടെ കേരള ഹെഡിനെയൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അത്ര കൂടെ അതും കൂടെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് അവിടെയൊക്കെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ പാടാണല്ലോ, ഇവർക്കാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. പക്ഷേ അവരൊന്നും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ല അധികം. ഓക്കെ. ആയിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പലരും 1,60,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനുള്ളത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ ടെൻഷനുണ്ട്. നമ്മളിപ്പോൾ ഇത്ര സ്പീഡിൽ ഓടി എത്തുകയും ചെയ്തു, ഒരു ബാറ്ററി റിപ്പയറോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ടാറ്റയ്ക്കും ഒരു കറക്റ്റായിട്ടൊരു മറുപടി നമ്മളോട് പറയാൻ പറ്റുന്നില്ല അവർക്ക്. ഇതിൻ്റെ കാര്യങ്ങൾ തിരക്കിയായിരുന്നു ഇത്? ഞാൻ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് പൂനെയിലും ബാംഗ്ലൂരും മാത്രമേ റിപ്പയറിംഗ് സെൻറ്റേഴ്സ് ഉള്ളൂ. അത് അവിടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഏകദേശം 25,000 30,000 ഇടയ്ക്ക് ആവുമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ വേറൊരു പുള്ളി എന്നോട് പറഞ്ഞത് 75,000 80,000 രൂപയ്ക്ക് ഇടയ്ക്ക് ആവുമെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കൊണ്ട് ബാറ്ററി റിപ്പയർ ചെയ്ത് കിട്ടുമോ? റിപ്പയർ ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. അല്ല, അത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രമാണ്, റിപ്പയർ ചെയ്യാൻ വേറെ കോസ്റ്റ്. അപ്പോൾ അതൊരു ടെൻഷനുണ്ട്. കാരണം വെച്ചാൽ റിപ്പയർ ചെയ്ത് നമ്മളിവിടെ വന്നു ഒരു 6 മാസം വാറണ്ടി കഴിഞ്ഞ് പിന്നെയും കടയിൽ വീണ്ടും കാശ് മുടക്കണ്ടേ. തീർച്ചയായും. ടാറ്റ കൂടുതലും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ പുതിയ ബാറ്ററി മേടിക്കുകയാണെങ്കിൽ വീണ്ടും 8 വർഷം അല്ലേ 1,60,000 കിലോമീറ്ററിനൂടെ വാറണ്ടി കിട്ടും പുതിയ ബാറ്ററിക്ക്. അപ്പോൾ എത്ര രൂപയാണ് അവർ വില? അവർക്കും അറിയത്തില്ല, ഇതുവരെ ആരും ബാറ്ററി മാറിയിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞു. അല്ല, മാറേണ്ടി പുതിയ ബാറ്ററി മാറിയിട്ടില്ല, അതുകൊണ്ട് ടാറ്റ വിലയൊന്നും ഇതുവരെ അവരെ ഇൻഫോം ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ ഒഫീഷ്യൽസിനെ വിളിച്ചപ്പം പറഞ്ഞത്. ഓക്കെ. പിന്നെ വേറെ ആരാണ്ട് 1,60,000? 1,60,000 കഴിഞ്ഞിട്ടുണ്ട് ഒരു ബാറ്ററി. പക്ഷേ പുള്ളിക്ക് കംപ്ലയിൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. ചെറിയ എന്തോ കംപ്ലയിൻറ്റ് വന്നിട്ട് അത് എനിക്കൊന്ന് ഇന്നലെ റിപ്പയർ ആയി കിട്ടിയെന്നാണ് തോന്നുന്നത്. അത് ചാർജിങ്ങുമായിട്ടല്ലേ? ചാർജിങ് അല്ല, പുള്ളിയുടെ എന്തോ വെള്ളം കയറിയെന്നാണ് എന്നോട് പറഞ്ഞത്. ഇവിടെയാണെന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല. വെള്ളം കയറിയത് കൊണ്ടാണ് പുള്ളി കൊണ്ട് കാണിച്ചപ്പോഴാണ് പുള്ളിക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ടാറ്റ കൊടുത്തതെന്നാണ്. ഓക്കെ. പക്ഷെ അതും കൂടെ കേട്ടപ്പോഴാണ് നമ്മൾ കൂടുതൽ ടെൻഷനായത്. കാരണം വെച്ചാൽ നമ്മളത് ഇനിയിപ്പം വലിയ താമസിക്കാതെ 160 ആവും, ഒരു 2-3 മാസത്തെ മെനക്കേടും കൊണ്ട്. അല്ല, ഒന്ന് ബാറ്ററി മാറ്റി അവർ തന്നതല്ലേ? ഒന്ന് മാറ്റി തന്നു, പുത്തൻ ബാറ്ററി തന്നു. അന്നപ്പോൾ അത് എത്ര കിലോമീറ്ററിലാണ്? അത് 40,000 അല്ല 90,000 കിലോമീറ്ററിന്. 90. അന്നപ്പോൾ ഇനി ആ ഒരു അല്ലല്ല, അത് വാറണ്ടി കണ്ടിന്യൂ ചെയ്ത് പോകത്തുള്ളൂ. ടാറ്റ വാറണ്ടി മാറി. നമ്മൾ പുത്തൻ ബാറ്ററി അവിടെ നിന്ന് കോസ്റ്റ്ലി ക്യാഷ് കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ മാത്രമാണ് പിന്നെ വീണ്ടും 8 വർഷം അല്ലെ 1,60,000. എനിക്ക് ടെൻഷനുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഇത് നമ്മൾ ടാറ്റക്കാർക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല എത്ര രൂപ ആകുമെന്നുള്ളത്. അതാണ് നമുക്ക് ടെൻഷൻ. നമ്മൾ വണ്ടി എടുക്കുന്ന നേരത്ത് നമ്മളോട് പറഞ്ഞാൽ സെല്ല് മാത്രം മാറി വെച്ചാൽ മതി, ചെറിയ പൈസയാകുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ സെല്ലേ മാത്രം തീരും തോന്നില്ല. പക്ഷേ അന്നേരം നമ്മൾക്ക് ഇപ്പോഴാണ് നമുക്ക് അന്ന് അതറിയുമായിരുന്നു. ഞാൻ അവരോട് അന്നേ പറഞ്ഞാൽ ഇതും കൂടെ ഒന്ന് ചോദിച്ചേക്കണം. പക്ഷേ പല കാര്യങ്ങളും ടാറ്റയിലുള്ള ഒഫീഷ്യൽസിനൊക്കെ സർവീസ് സെൻ്ററിലുള്ളവർക്ക് പോലും അറിയത്തില്ല. പക്ഷേ ഏറ്റവും നമുക്കൊരു പാട് വരുന്നതെന്ന് വെച്ചാൽ പാർട്സിൻ്റെ അവൈലബിലിറ്റി. ടാറ്റയുടെ സംബന്ധിച്ച് അവർ ഷോറൂമിൽ കറക്റ്റായിട്ട് പാർട്സ് എത്തിക്കുന്നില്ല. അപ്പം നമ്മൾ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസൊക്കെ പറ്റി 10-40 ദിവസമൊക്കെയാണ് വണ്ടി ചെറിയൊരു ആക്സിഡൻറ്റ് കേസിന് പോലും കിടക്കുന്നത്. അതെന്താ അവർ റീസൺ പറയുന്നത്? എന്താണ് റീസൺ? ടാറ്റയിൽ നിന്ന് പാർട്സ് വന്നില്ല. നമുക്കും വേറെ കോൺടാക്റ്റ് ഒന്നും ഇല്ല. നമുക്ക് ഇവരെയല്ലേ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവർ നമ്മളോട് ചിരിച്ച മുഖത്തോടെ പറയും, സാറേ വണ്ടി വന്നില്ല, ഞങ്ങൾ എന്നാ ഇത് പാർട്സ് വന്നില്ല, ഞങ്ങൾ എന്നാ ചെയ്യാനാന്ന് ചോദിക്കും. ബാറ്ററിയൊക്കെ ആണെങ്കിൽ പോലും 1 മാസമൊക്കെ എടുക്കുന്നുണ്ട് ശരിയാക്കി തിരിച്ച് റിപ്പയർ ചെയ്യാൻ. ആദ്യമൊക്കെ ടാറ്റ റീഫർബിഷ്ഡ് ബാറ്ററി ആയിരുന്നു. ഇപ്പോൾ ഒത്തിരി പേര് ബലം പിടിച്ചിട്ട് ഒന്നെങ്കിൽ പുത്തൻ ബാറ്ററി അല്ലെങ്കിൽ ഞങ്ങളുടെ ബാറ്ററി തന്നെ റിപ്പയർ ചെയ്ത് തരണം എന്ന് തന്നെ പറഞ്ഞ് ടാറ്റയിൽ. കാരണം വെച്ചാൽ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ബാറ്ററി കിട്ടുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ എനിക്ക്, അവനധികം ഓടിയിട്ടില്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്കും ഒരു ടെൻഷനല്ലേ. കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല അധികം വണ്ടി 1-2 വണ്ടി 160 ആയിട്ടുള്ളൂ. ഇനിയിപ്പം ഒരു 3-4 പേര് കൂടുതൽ ഇപ്പോൾ വലിയ താമസിക്കാതെ ആവുമായിരിക്കും. ഇത് നമ്മൾ ടാറ്റയുടെ ഇത് എടുക്കുമ്പോഴത്തെ നമ്മൾ എന്തൊക്കെയാണ് ഒരു EV എടുക്കുമ്പോഴത്തെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് എടുക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കുറഞ്ഞ മൈലേജുള്ള വണ്ടി എടുക്കാതിരിക്കുന്നുണ്ട്. ചെറിയ പൈസയുടെ വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാൽ പോലും ലോങ് റേഞ്ച് വണ്ടികൾ എടുക്കുകയാണല്ല.
വേറെ വണ്ടിക്ക് വേറെ കംഫോർട്ട് യാത്ര എന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ടാറ്റയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ബാറ്ററിയുടെ ഇഷ്യൂസ് പലർക്കും ഉണ്ടാകുന്നുണ്ട്. എനിക്കിതുവരെ വഴി കിടക്കുന്ന ഒരു പ്രശ്നം എനിക്ക് എൻ്റെ വണ്ടിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ വണ്ടി കൊണ്ട് ഹാപ്പിയാണ്. പക്ഷേ ഞാൻ ഹാപ്പിയാന്ന് പറയുമ്പോഴും നമ്മുടെ സഹോദരങ്ങൾ ഒത്തിരി പേര് ഹാപ്പി അല്ലാതെ റോഡിലുണ്ട്. പിന്നെ ഞാൻ ചോദിക്കണമെന്ന് കരുതാണ് ഇവോക്കിൻ്റെ ഞങ്ങളുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഓണേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മ ഇപ്പോൾ അത് സംഘടനയായിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 10,000 മെമ്പേഴ്സുണ്ട്. ഏകദേശം ഓൾ കേരള ഞങ്ങൾക്ക് ഗ്രൂപ്പുകളുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിനും ഒരേ ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ മെയിൻ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യ കാലത്ത് നമുക്ക് വഴി കിടക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഓപ്ഷൻ. ടാറ്റയ്ക്ക് പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ സംഘടന തുടങ്ങിയത്. വാട്സപ്പ് കൂട്ടായ്മയായിരുന്നു. അത് പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്തു. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഇവിടെ വന്ന ഒരു വണ്ടി പെട്ടുപോയെങ്കിൽ ഇപ്പം ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഓടിച്ചെല്ലും. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബോണ്ടിങ് ഉണ്ട്. അതിപ്പം ഒരു പാർട്ടി എനിക്കൊന്ന് കാസർഗോഡാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ ചാർജറിങ് കേബിൾ എടുക്കാൻ മറന്നു പോയിട്ട് പുള്ളി 70 കിലോമീറ്റർ പുള്ളിയുടെ ചാർജിങ് കേബിളും കൊണ്ട് പോയി അവിടെ നിന്ന് പുള്ളിയെ ഫുൾ ചാർജ് ചെയ്യിച്ചിട്ടാണ് പുള്ളി തിരിച്ചു പോയത്. അങ്ങനെ ഒക്കെ ഒരുപാട്. പിന്നെ അതുപോലെ സംഘടന ആയതുകൊണ്ട് നമുക്ക് സർവീസ് സെൻ്ററിലും ടാറ്റയും ഒക്കെ ആയിട്ട് സംസാരിക്കാനും ഒക്കെ നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെല്ലുമ്പോഴത്തേന് ഇപ്പം 10,000 പേരുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു ചെറിയൊരു ആൾക്കാരുടെ എണ്ണമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റയുടെ മുമ്പിൽ നമുക്കൊരു ചെറിയ വിലയുണ്ട് അവിടെ. തീർച്ചയായും. പിന്നെ ഇവർക്ക് ചാർജിങ്ങിൻ്റെ നമ്മൾ ചാർജിങ് 24 ചാർജിങ് സ്റ്റേഷൻ ഇപ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥയിലുണ്ട്, ഈരാറ്റുപേട്ടയിലുണ്ട്. അങ്ങനെ ഒരു 10-24 സ്റ്റേഷൻ ഓൾ ഓവർ കേരള ഉണ്ട്. 24 പോരാ, ഇനിയും വളരണം. ഒരു 100 നമ്മുടെ പ്ലാനിങ്. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ 24 തുടങ്ങിയേക്കുവാണ്. ഇപ്പോൾ നമ്മുടെ മെമ്പേഴ്സിന് റേറ്റും കുറവാണ്. 15 പ്ലസ് GST ആണ്. ഓക്കെ. അല്ലാതെ വരുമ്പോൾ 18 രൂപ പ്ലസ് GST ആയിരുന്നു. 3 രൂപയുടെ കൂടുതൽ യൂണിറ്റ് അല്ല. ക്ലീഷയാണല്ലോ, പ്രകൃതിയോടുള്ള അതൊന്നുമല്ല. ഡെയിലിയുള്ള യാത്രയിലെ ഡീസൽ അടിച്ച് മടുത്തിട്ട് തന്നെയാണ് EVയിലോട്ട് വരാൻ കഴിയും. അത് വർത്ത്ഫുള്ളായിട്ട് പിന്നെ ഷുവർ. എനിക്ക് നേരത്തെ ആയിരുന്നു 1000 രൂപയുടെ ഡീസൽ വേണമായിരുന്നു. ഇപ്പം 10-200 രൂപയുടെ കറണ്ട് ഉണ്ടെങ്കിൽ പോയിട്ട് വരാം. ഓക്കെ. നമ്മൾ ഔട്ട് സൈഡിങ് ചാർജിങ് എക്സ്പീരിയൻസ് നമ്മളിവിടെ ഒന്ന് ചാർജിങ്ങിന് പോകുമ്പോഴത്തേക്ക് ചില സ്ഥലത്ത് ഒരു 1-2 സ്ഥലത്ത് ഇത് കാണത്തുള്ളായിരിക്കും. നമ്മളിന്ന് കുട്ടിക്കാനത്ത് പോയപ്പോഴത്തെ ആകെ 2 സ്ഥലത്തേ ഉള്ളൂ. അതിനകത്ത് ഒന്ന് ഫാസ്റ്റ് ചാർജും ഒന്ന് സ്ലോ ചാർജ് വരുന്നത്. അപ്പം അവിടെ രണ്ടിടത്തും ഈ 2 വണ്ടി കിടപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരിടത്ത് വർക്കിംഗ് അല്ല, ഒരിടത്ത് പോയിട്ട് വണ്ടി ചാർജ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ, വേറൊരു വണ്ടി വെയിറ്റിങ്ങിലാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് തൊട്ടടുത്ത് വേറെ ഒരു ഇതില്ല വരുമ്പം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ വരുമ്പം എത്ര കിലോമീറ്റർ ഇതാകുന്നതിന് മുന്നേ നമ്മൾ വെയിറ്റ് ചെയ്യണോ അതോ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകണം? ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങളുടെ ഇവോക്കിൻ്റെ ചാർജ് ഹബിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ആണെങ്കിൽ നമുക്കിപ്പം നമ്മൾ മുണ്ടക്കയത്ത് നിൽക്കുമ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരാൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര ശതമാനം ചാർജ് ആയെന്നുള്ളത് നമുക്കത്തെ കാണാൻ പറ്റും. വേറെ ഒരു ചാർജിങ് സ്റ്റേഷനും ആ ഒരു ഫീച്ചർ ഇല്ല. നമുക്ക് കാണാം ചാർജിങ് ആണെങ്കിൽ ഇത്രയായി. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇപ്പം മുണ്ടക്കയത്ത് ചാർജ് ചെയ്ത് പോകണോ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തീരുവയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും 100% ആക്കാനാണ് ശ്രമിക്കാറ്. കാരണം വെച്ചാൽ മാക്സിമം ബാറ്ററിയുടെ ലൈഫും അത് തന്നെയാണ് നല്ലത്. പിന്നെ ഇതുപോലെ ഇപ്പം അവിടെ ഇപ്പം കുട്ടിക്കാനത്താണെങ്കിൽ ഒരെണ്ണം ഓപ്പൺ കിച്ചണിലും ഒരെണ്ണം ടാറ്റ പവറിലുമുള്ള. ഓപ്പൺ കിച്ചണിൽ 2 ഗണ്ണുണ്ട്, മറ്റൊരു 3 വണ്ടി കഴിഞ്ഞ് പ്ലസ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ. തിരിച്ചിറങ്ങി പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, മുണ്ടക്കയത്ത് ചെയ്താൽ മതി. കയറി പോവുകയാണെങ്കിൽ ചെയ്യണം. കാരണം വെച്ചാൽ കുമളിയിൽ ഒരെണ്ണം കണ്ടേ ഉള്ളൂ, അത് ചണക്കരയിലാണ്. പക്ഷെ നമ്മൾ അവിടുന്ന് ഒരു സ്ഥലത്തേ ഉള്ളൂ, സപ്പോസ് ഞാൻ പറയുന്നത് ഒരു സ്ഥലത്തേ ഉള്ളൂ, ഒരു സ്ഥലത്ത് വർക്കിംഗ് ആണ്, അവിടെ ഒരു വണ്ടി ചാർജ് ചെയ്യുന്നു, രണ്ടാമത് ഒരു വണ്ടി വെയിറ്റിങ്ങിലും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഓക്കെ എന്തായാലും നേരെ മുണ്ടക്കയം വന്നിട്ട് അവിടുന്ന് ചാർജ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അവിടെ ഇതേ സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ മുണ്ടക്കയത്ത് 3 ചാർജിങ് സ്റ്റേഷനുണ്ട്. 3 ചാർജിങ് സ്റ്റേഷനുണ്ട്. അപ്പോൾ അതെല്ലാം ഒരെണ്ണം ഉള്ളിടത്താണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ അതിനുവേണ്ടി മനസ്സ് പ്രിപ്പയർ ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളിപ്പം ഡീസൽ വണ്ടിയിൽ 1 മണിക്കൂർ കൊണ്ട്, അല്ല എക്സാമ്പിൾ പറഞ്ഞാൽ 1 മണിക്കൂർ പറയാൻ പറ്റത്തില്ല, 1 മണിക്കൂറിൽ കൂടുതൽ വണ്ടി ചാർജിങ് ഇല്ലാതെ കൂടും. ഒരു 150 കിലോമീറ്ററിനപ്പുറം പോകുന്ന ഒരു വണ്ടിയാണ് നമ്മൾ മറ്റേ വണ്ടി എത്തുന്നതിനേക്കാളും 1.5 മണിക്കൂർ കൂട്ടി ചിന്തിക്കുക, നമ്മൾ ചാർജിങ്ങും കൂടെ ഉള്ളതുകൊണ്ട്. ഓക്കെ. എപ്പോഴും എൻ്റെ ഫുള്ള് ബാറ്ററി ഡ്രെയിൻ ആയി പോകാൻ വെയിറ്റ് ചെയ്യാതെ നമ്മൾ ചാർജ് ചെയ്യാം. നമ്മൾ വീട്ടിലോട്ടൊക്കെ വരുവാണെങ്കിൽ അങ്ങനെ ഡ്രെയിൻ ചെയ്ത് പോകുന്നാൽ കുഴപ്പമില്ല. നമുക്കറിയാം നമ്മൾ അവിടെ വരെ എത്തും, സ്ഥിരം പോകുന്ന റൂട്ടായതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചാർജ് ചെയ്തിട്ട് പോകും. 150 100 ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതിൽ ചാർജ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ കണ്ടു, നമുക്ക് ചാർജ് ചെയ്യേണ്ടതാണ്.
അടുത്ത ചാർജിങ് സ്റ്റേഷനിലോട്ട് നമ്മൾ റിസ്ക് എടുത്താൽ പോകുന്നതെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടാണെങ്കിൽ പെടാണ്ടാണ് ചിലപ്പോൾ വഴിപ്പെടാം. അത് ആദ്യം ചാർജിങ് സ്റ്റേഷനിൽ ചെയ്താൽ സുഖമായിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യാം. അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ചാർജിങ് സ്റ്റേഷൻ ഫ്രീ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ വേണ്ടല്ലോ, അടുത്തടുത്ത് ചെയ്താൽ മതി. അവിടെ കേടാണെങ്കിൽ പിന്നെ വേറെ ചാർജിങ് സ്റ്റേഷൻ കാണുകയില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പെട്ടുപോകും. അങ്ങനെ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ചാർജിങ് സ്റ്റേഷൻ കാണുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാറായെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചാർജ് ചെയ്യണം. അതുപോലെ EV ഉള്ളവർ എപ്പോഴും ഒരു 10-20 മീറ്റർ എക്സ്റ്റൻഷൻ കേബിൾ കരുതുക. വണ്ടിയുടെ ഒറിജിനൽ ചാർജർ വണ്ടിക്കകത്ത് കരുതുക. അങ്ങനത്തെ പിന്നെ ഒരു എക്സ്റ്റേണൽ എർത്ത് കൊടുക്കുന്ന കേബിളും കരുതി വെക്കുക. കാരണം വെച്ചാൽ അതൊക്കെ നമുക്ക് ഒരുപാട് എർത്ത് കാരണം വെച്ചാൽ ചിലപ്പം ചെല്ലുന്നിടത്ത് എർത്ത് പ്രോപ്പർ ആയിരിക്കില്ല, അപ്പോൾ വണ്ടി ചാർജ് ചെയ്യുകയില്ല. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റേണലിൽ നിന്ന് ഒരു എർത്ത് എടുത്തിട്ട് മണ്ണിലടിച്ച് കഴിഞ്ഞാൽ മാത്രമേ വണ്ടി ചാർജ് ആവുകയുള്ളൂ. അങ്ങനെ അതൊരു പുതിയ അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. കാരണം എർത്തില്ലെങ്കിൽ വണ്ടി ചാർജ് ആവുകയില്ല. അപ്പം നമ്മൾ വീട്ടിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതും ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഇതല്ലാതെ നമുക്ക് വേറൊരു വീട്ടിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ മറ്റേ പവർ പ്ലഗ് AC-യുടെ പ്ലഗ് എന്നോ ഒക്കെ ചാർജ് ചെയ്യാം. AC-യുടെ പ്ലഗൊക്കെ എപ്പോഴും കൂടിയ ഗേജുള്ള വയറായിരിക്കും. AC, മറ്റേ ഗീസർ, അതുപോലെ മൈക്രോവേവ് ഓവൻ, ഫ്രിഡ്ജൊന്നും നോക്കരുത്. ഫ്രിഡ്ജിനൊക്കെ ചിലപ്പം കുറവായിരിക്കും. ബാക്കി അതൊക്കെ കൂടിയതായിരിക്കും. അപ്പം ചിലപ്പോൾ എർത്ത് കാണണമെന്നില്ല. എർത്തില്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ എർത്ത് കൊടുത്താലേ വണ്ടി ചാർജ് ആവുകയുള്ളൂ. അതങ്ങനെ നമ്മളത് എർത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. കുത്തി കഴിയുമ്പോഴേ നമുക്ക് അത്തല്ല ലൈറ്റ് ചാർജറിൽ ഇത് കാണിക്കും. ലൈറ്റ് കത്തും, എർത്തില്ലാത്തതിൻ്റെ ലൈറ്റ് കത്തും. നമുക്ക് വേണമെങ്കിൽ അത് പ്രോപ്പറായിട്ട് എന്ത് കാരണം എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ. പിന്നെ റിയൽ ലൈഫിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കിലോമീറ്റർ ചാർജിൻ്റെ ഒരു അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അവർ പറഞ്ഞ ഒരു റേഞ്ചില്ല. അല്ല, അത് എടുത്തപ്പോൾ തന്നെ എല്ലാവരും എടുക്കാൻ പോയപ്പോൾ തന്നെ പറഞ്ഞു ഡാറ്റ പറഞ്ഞേക്കുന്നതിൽ 100 കിലോമീറ്റർ കുറച്ച് കൂട്ടിയാൽ മതി. പൊതുവെ ആ ഒരു അഭിപ്രായം നേരത്തെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ ഒരു 250-275 ഒന്നും ഒരു ടെൻഷനും ഇല്ലാതെ 80 കിലോമീറ്റർ ഇവിടത്തേക്കാളും കൂടുതൽ കിട്ടും. കാരണം വെച്ചാൽ ലെവൽ റോഡാണ്, ട്രാഫിക് ഇല്ല. അതൊക്കെയാണ് പ്രശ്നം. നമ്മുടെ ഇവിടെ ഈ വളവും തിരിവും നമുക്കത് വേറെ ഒന്നും പറയാനിട്ടില്ലല്ലോ. ഓക്കെ. ഇത് ട്രാഫിക്കിൻ്റെ അകത്ത് ഇപ്പം പെട്ടു പോകുന്നു. ഇപ്പോൾ ഒരു എയർപോർട്ട് പോകുന്നു. ഇപ്പം അങ്ങനെ പോകുന്ന ഇതിലായിട്ട് നല്ല ട്രാഫിക്കുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ മണിക്കൂറുകൾ ചിലപ്പം അത് വേണ്ടി വരും യാത്ര. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചാർജിങ് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇതേ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് ഇപ്പം അവരെ അവിടെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വരുന്ന വഴി ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഗ്ലാസ് കാത്തിട്ട് AC ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് യാത്ര ചെയ്യും. ഇപ്പം നമുക്ക് അവിടെ അവരെ കൊണ്ടുവിട്ടിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ AC ഓഫ് ആക്കി കഴിഞ്ഞാൽ തന്നെ മൈലേജ് കൂടും. എപ്പോഴും 80-70 കിലോമീറ്ററിൽ ഒരേ ലെവലിൽ ഓടിക്കുക. അങ്ങനെയാകുമ്പോൾ നല്ല മൈലേജ് കിട്ടും. പിന്നെ അല്ലാതെ ട്രാഫിക്കിനകത്ത് കിടക്കുമ്പോഴത്തേക്ക് സ്റ്റാൻഡ് ബൈ എന്നുള്ള ഇതിലായിട്ട് കറണ്ട് ഇതാകുന്നുള്ളൂ. ഓടിക്കുന്നതിൻ്റെ അത്രയും ഇല്ല. വണ്ടി ഐഡിലിങ്ങിലിട്ടാൽ ഒരു മണിക്കൂറിൽ ഒരു 1.5% വെള്ളം കുറയത്തേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ട്രാഫിക്ക് കാര്യമായിട്ട് നമ്മളിപ്പം ബ്ലോക്കിലൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് AC ഇട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുക, ഒരു പ്രശ്നമില്ല. കാരണം വെച്ചാൽ അതിന് മാത്രം കറണ്ടൊന്നും കുറയുകയില്ല. ഇല്ല. പുഷ് ചെയ്ത് വണ്ടി ആക്സിലറേഷൻ നല്ലതായിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ബുദ്ധിമുട്ട്. അതെ. റേഞ്ച് കുറയാൻ ചാൻസ് ഭയങ്കരമായിട്ട് റേഞ്ച് കുറയും. ഞാൻ ആ ലോങ് പോയപ്പം ഹൈദരാബാദ് മുംബൈ എക്സ്പ്രസ് ഹൈവേ ശരിക്കും എക്സ്പ്ലോർ ചെയ്തിരുന്നു. അവിടെയൊക്കെ നമ്മൾ ആദ്യം ചാർജ് ചെയ്തിട്ട് കയറി ഇത് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി ചാർജ് ചെയ്യേണ്ടി വന്നു. അത്രയ്ക്കും കുറഞ്ഞു പോയി. ഓക്കെ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് 64 കിലോമീറ്റർ 120 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി. അത്രയും വഴി നല്ല വേറെ പ്രശ്നങ്ങളൊന്നും പേടിക്കാനൊന്നുമില്ല. 120 ആണ് അതല്ല മാക്സിമം ലിമിറ്റ്. നമ്മൾ 120 കിലോമീറ്റർ തന്നെ. കാരണം അതിൽ കൂടുതൽ കയറുകയല്ല ഇത്തല. അതുകൊണ്ടാണ്. ഓക്കെ. ടയർ ലൈഫൊക്കെ ബാക്കിയുള്ള വണ്ടിയേക്കാളും ഒക്കെ കൂടുതൽ വരുന്നുണ്ട്. എനിക്ക് ആദ്യത്തെ ടയർ 70,000 കിലോമീറ്റർ കിട്ടി. അത് MRF-ന്റെ വാണ്ടർ എന്ന് പറഞ്ഞ ടയറായിരുന്നു. 1.4 ഒക്കെ കഴിഞ്ഞ് മാറിയൊരു നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഒരു കമ്പനി വന്ന്. പക്ഷേ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുക. ഞാൻ അത് കഴിഞ്ഞ് ബ്രിഡ്സ്റ്റോണാണ് മേടിച്ചിട്ട്. ബ്രിഡ്സ്റ്റോൺ 40,000 കിലോമീറ്റർ ആയപ്പോൾ തീർന്നു പോയി. തുടച്ചെടുത്താലേ തീർന്നു പോയി. അപ്പം MRF-ന്റെ വാണ്ടർ കമ്പനി വന്ന ടയർ തന്നെയാണല്ലോ. അതെ. ഇതിൽ എന്തെങ്കിലും ആഡ് ഓൺ ഫീച്ചേഴ്സ് വേണമായിരുന്നു? അല്ല ഇന്നൊരു ഫീച്ചേഴ്സ് ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഉള്ളൊരു ഫീച്ചർ വെച്ചേക്കുന്ന പൊസിഷൻ ഒന്ന് മാറ്റി വെച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ബാക്കിലത്തെ റിയർ AC അത് ആ കാലിൻ്റെ ഇടയ്ക്കായിരുന്നു. നടുക്ക് ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ കൺസോൾ. അപ്പം കാറ്റ് കിടന്നത് ശരിക്കും ഒന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ കിയാടെയൊക്കെ പോലെ റൂഫിൻ്റെ മേളിൽ നിന്നോ അല്ലെങ്കിൽ ആ ബി പില്ലറേന്നോ എല്ലാം ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എല്ലാവർക്കും നല്ല നല്ല കാറ്റ് കിട്ടിയാണ്. റൂഫിൽ നിന്നുള്ളതാണ് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും കൂടെ കിട്ടിയത്. ഇത് താഴേന്ന് നടുക്ക് ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാത്രമായിട്ട് കിട്ടുന്നുള്ളൂ. അവരുടെ കാല് മരച്ചു. അതുപോലെ
പുതിയ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനായിട്ടുള്ളത്? അവരെന്തൊക്കെ ശ്രദ്ധിക്കണം? വണ്ടി ഞാൻ പറഞ്ഞില്ല, അവനവന് ഡെയിലി ഒരു 100-120 കിലോമീറ്റർ ഓടാനുണ്ടെങ്കിൽ വണ്ടി എടുക്കുക. അതുപോലെ നമുക്ക് അതാണ് മെയിൻ കൺസേൺ. ഒരു ആവറേജ് 100 കിലോമീറ്റർ. പിന്നെ ക്ഷമ നല്ലപോലെ വേണം. ഈ ചാർജിങ് സ്റ്റേഷനിൽ കളയുന്ന സമയം, അതിനുള്ള സമയം ഇല്ലെങ്കിൽ ഇപ്പോൾ ടൂറൊക്കെ പോവുകയാണെങ്കിൽ പോലും നമ്മൾ EVA കൊണ്ട് പോകുന്ന IC എഞ്ചിൻ ഓടിക്കുന്നവനെ കൊണ്ട് പോയാൽ അവൻ അങ്ങ് വരെ നമ്മളെത്തത് പറയും. കാരണം വെച്ചാൽ അവനവിടെ ചെല്ലുമ്പം ഭ്രാന്താവും. നമുക്കറിയാം ഇത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ ചാർജിങ് സ്റ്റേഷനിൽ ഇരിക്കാനൊന്നും സൗകര്യമില്ലാത്ത ചാർജിങ് സ്റ്റേഷനാണല്ലോ എന്ന് ചിലയിടത്ത് ഒരു കസാര മേടിച്ചിട്ടുണ്ട്. നെക്കാത്തൽ അവിടെ ചെല്ലുക, നൂർക്കായിരിക്കുക. ചാർജിങ് സ്റ്റേഷനിൽ അതിനുള്ള സൗകര്യങ്ങൾ ചിലയിടത്തൊക്കെ കുറവാണ് ഇപ്പം. പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ ചാർജിങ് സ്റ്റേഷനിലും ആ സൗകര്യമുണ്ട്. പുറത്തോട്ട് നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്നുമില്ല. നമ്മൾ അപ്പം അവിടെ അത്ര നേരം നമ്മൾ ഔട്ട് സൈഡിലെ വണ്ടിക്കകത്ത് AC ഇട്ട് നമുക്ക് സുഖമായിട്ടിരിക്കാം. അതിന് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ AC ഇട്ട് ഇത് കുഴപ്പമില്ല. നമ്മൾ വണ്ടി ഓഫായി ചാർജിങ് തുടങ്ങി ഒരു 2% കയറി കഴിയുമ്പോൾ നമ്മൾ ഇഗ്നീഷൻ മാത്രമായിട്ട് ഓണാക്കിയിട്ട് AC ഇടാം. എന്നിട്ട് അത് ഓഫാക്കിയതിന് ശേഷം വേണം വണ്ടിയിലെ ചാർജിങ് കണ്ണ് വീഴാൻ. അങ്ങനെ ഉണ്ടോ? അതെ. അതെനിക്കൊന്ന് ഈ മെയിനായിട്ട് ആ ഫീച്ചർ ആദ്യം ഉണ്ടായിരുന്ന ഈ ടാറ്റയ്ക്ക്, ബാക്കിയുള്ളവർക്കൊന്നും അന്നേരം ഇപ്പോൾ എല്ലാവർക്കും ആയെന്ന് തോന്നുന്നു. അത് നല്ലൊരു, കാരണം നല്ല ചൂടുള്ള സമയത്ത് പോയിട്ട് വെളിയിൽ വെയിലത്തൊക്കെ ഇരിക്കേണ്ടി വന്ന അത്. പിന്നെ എന്നാന്ന് വെച്ചാൽ പക്ഷേ വേനൽക്കാലത്തൊക്കെ വണ്ടിക്കും ലോഡ് കൂടുതലാണ് അങ്ങനെ ഇരിക്കുമ്പോൾ. കാരണം വെച്ചാൽ വണ്ടി നമ്മളെ കൂൾ ചെയ്യണം, ബാറ്ററി കൂൾ ചെയ്യണം, വണ്ടിക്ക് ലോഡ് കൂടുതലാണ്. ഫാനൊക്കെ പറന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ക്ലൈമറ്റിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല, വണ്ടി അറിയ പോലും ഇല്ല. കാരണം വെച്ചാൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ആംബിയൻ ടെമ്പറേച്ചർ വളരെ കുറവല്ലേ. ക്ലൈമറ്റിന് ഇത് എപ്പോഴേലും മൈലേജിനെ ബാധിച്ചിട്ടുണ്ടോ? വേനൽക്കാലത്ത് മൈലേജ് നന്നായിട്ട് ബാധിക്കും. കാരണം AC കട്ട് ഓഫ് ആവുമല്ല. ഓക്കെ. നമ്മുടെ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 38ഉം 35 ഒക്കെ വന്നപ്പോൾ നമ്മളിവിടെ പോയാലും AC കട്ട് ഓഫ് ആവുകയല്ല, നമ്മളെ കൂൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യും. അത് നല്ല വ്യത്യാസം വരും. ഒരു 10-30 കിലോമീറ്ററിന് മേളിൽ എനിക്ക് വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഡെയിലി ഓടിക്കുന്നതിലും ഒന്നും കുഴപ്പമൊന്നും. ഞാൻ ഇപ്പോൾ ഈ സോൻമാർഗ് പോയത് 51 ഫാസ്റ്റ് ചാർജിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ. ടാറ്റ തന്നെ മാനുവലി പറയുന്നുണ്ട്, നിങ്ങൾ മാനുവലില്ലെന്ന് തോന്നുന്നു, അവർ പറയുന്നുണ്ട് നിങ്ങൾ 4 ഫാസ്റ്റ് ചാർജ് ചെയ്ത് 5ാമത്തെ സ്ലോ ചാർജ് ചെയ്യണമെന്നൊക്കെ. എല്ലാം ഫുൾ ചാർജ് ചെയ്താൽ മതി. കാരണം അവസാനത്തെ 10% എപ്പോഴും എല്ലാത്തിൻ്റെയും സ്ലോ ചാർജിങ്ങാണ്. ഓക്കെ. BPCL മാത്രമേ ഉള്ളൂ 97% കട്ട് ഓഫ് വെച്ചേക്കുന്നത്. ബാക്കി എല്ലായിടത്തും നമ്മൾ 100% ചെയ്തിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇത്രയും ദൂരമൊക്കെ നമ്മൾ ഈ സ്ലോ ചാർജ് എവിടെ തപ്പി എടുക്കാനുണ്ട്. ഇപ്പോൾ സ്ലോ ചാർജ് ഉള്ളതോടെ ഉണ്ട്, പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മളവിടെ ചെല്ലുന്ന സമയം മോശമായിരിക്കും. അതൊക്കെ അത് നൈറ്റ് സ്റ്റേ ചെയ്യുന്നിടത്താണ്. സ്റ്റേ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്കൊന്നും എല്ലായിടത്തും ഒന്നും സ്റ്റേ ചെയ്യുന്നില്ല. ചിലപ്പോൾ വണ്ടിയിലായിരിക്കും കിടന്നുറങ്ങുന്നത്. അങ്ങനെയൊക്കെ വരുമ്പം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു എക്സ്റ്റൻഷൻ കേബിൾ കരുതിക്കണം. നമ്മളിപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോയാലും എല്ലാവരും ചാർജിങ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കുമല്ലോ വയറിങ് ചെയ്തേക്കുന്നത്. അതെ. AC ഉള്ള മുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും 20 മീറ്റർ വയർ വേണം. അടുക്കളയിലാണെങ്കിൽ മൈക്രോവേവ് ഓവൻ, കുളിമുറിയിലാണെങ്കിൽ മറ്റേ ഗീസർ, AC. ഇത് മൂന്നിനകത്താണ് ഏറ്റവും കട്ടിയുള്ള വയറിട്ട് എല്ലാവരും ചെയ്യും, സേഫായിട്ടുള്ള. പിന്നെ ഓവറോൾ ഒരു എക്സ്പീരിയൻസ്? ഓവറോൾ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. വേറെ വണ്ടി സംബന്ധമായിട്ട് എനിക്ക് ബാറ്ററിയുടെ ഇത് മാത്രമേ ഉള്ളൂ, ബാറ്ററിയുടെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ 160 കഴിഞ്ഞിട്ടുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. അതുവരെ ബാക്കിയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ പാർട്സിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. ഇതിൻ്റെ കംപ്രസറിനൊക്കെ എനിക്കൊന്ന് ₹1 മേളിലുണ്ട്. വാറണ്ടി കഴിഞ്ഞ് എല്ലാം കേടായി കഴിഞ്ഞാൽ എന്നാ ചെയ്യുന്നത്? അതിനെത്രയാണ് വാറണ്ടി? ഒരു 1.5 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം. ഇപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞു, 1.5 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞു. എന്തെങ്കിലും വന്നാൽ കൈപ്പുറപ്പ് പോകും. ഓക്കെ. അപ്പം ഞാൻ പറയുന്നത് ടാറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ 160 കഴിയുന്നവർക്ക് അവരൊരു ചെറിയൊരു എമൗണ്ട് മേടിച്ചിട്ട് നമുക്കൊരു 1 അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്ററും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 8 വർഷം മതി എക്സ്റ്റെൻഡ് ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാം. 3 ലക്ഷം കിലോമീറ്റർ എന്നുള്ളൊരു അതൊരു ബ്രേക്ക് വെച്ചിട്ട്. BYDയുടെ ആദ്യത്തെ മോഡലിന് എനിക്ക് 5 ലക്ഷം കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ അത് മാറ്റിയാണ്? ഇല്ല, അതുണ്ട്. ആദ്യത്തെ പുതിയ മോഡലിന് അതില്ല. 160 ഉള്ളൂ. പേടിച്ചിട്ടായിരിക്കും. അതെ. അപ്പോൾ സർവീസ് സെൻറ്ററിൽ എന്തെങ്കിലും ഇനിയും കുറച്ചുകൂടെ അപ്ഡേഷനോ കാര്യങ്ങളോ, അല്ലെ നേരത്തെ ടാറ്റയ്ക്ക് കുറേ പഴികൾ കേൾക്കേണ്ടി വന്നു സർവീസ്? അത് ഇപ്പോഴും ടാറ്റ പഴി കേൾക്കുന്ന കാര്യം അത് തന്നെയാണ്. സർവീസ് സെൻറ്റർ മാത്രമാണ്. ടാറ്റയുടെ വണ്ടിയെപ്പറ്റി ആർക്കും അങ്ങനെ വലിയ കംപ്ലയിൻറ്റുകളൊന്നും. കാരണം വെച്ചാൽ വണ്ടിയൊക്കെ നല്ലതാണ് സംഭവം. പക്ഷേ സർവീസ് സെൻറ്റേഴ്സിൻ്റെ ഭാഗത്ത് കുറേ കൂടെ മെച്ചപ്പെടാനായിട്ടുണ്ട്. അത് ലാക്ക് ഓഫ് നോളജാണ് മെയിനായിട്ട് കാര്യം. കാരണം എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത സ്റ്റാഫിനെ വെച്ചിട്ട് വണ്ടി അവർക്ക് ബാക്കിലത്തെ ഡിക്കിയുടെ ഒരു മണ്ടലൊരു കവറുണ്ട്, അത് കറക്റ്റായിട്ട് ഇടാൻ പോലും അറിയത്തില്ല. എൻ്റെ വണ്ടിയുടെയൊക്കെ അത് ഓടിച്ചാൽ തന്നേക്കുന്നത്. അതിൻ്റെ ഒരു ഹാൻഡിലുണ്ട്, അതൊക്കെ എന്നേ ഒടിഞ്ഞു പോയി. ഇത് ആരോട് വഴക്കുണ്ടാക്കാനെന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ കാരണം അറിയത്തില്ല. അവരങ്ങ് കുത്തിക്കയറ്റി ഞെക്കി അങ്ങ് വെക്കുക, അപ്പോൾ അത് ഒടിഞ്ഞു പോകും.
അത് കറക്റ്റായിട്ട് ഒരു പൊസിഷനിൽ വെച്ചിട്ടിടാം. അതൊന്നും പഠിപ്പിക്കാൻ കാര്യമില്ല, ആർക്കും അറിയത്തില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു മെയിൻ കംപ്ലയിൻറ്റ് വന്നു, അയ്യോ ടാറ്റയിൽ നിന്ന് ആൾ വരണം എന്നാലേ അറിയത്തുള്ളൂ, ടാറ്റയിൽ നിന്ന് ആൾ വരണം എന്നാണ് ഇവർ പറയുന്നത്. ഈ ബാറ്ററിയുടെ നോക്കാൻ വരുന്നവന് പോലും കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാമെന്ന് തോന്നുന്നില്ല. ഒരു പ്രാവശ്യം നമ്മുടെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞത്, നിങ്ങളുടെ വണ്ടി 25% കഴിയുമ്പോഴാണ് പുള്ളിക്ക് കംപ്ലയിൻറ്റ് വന്നുകൊണ്ടിരുന്നത്, നിങ്ങൾ സ്പോർട്സ് മോഡിലിട്ട് ഓടിക്കുന്നതുകൊണ്ടാണ്. പുള്ളി അവനെ തല്ലിയില്ലെന്നേ ഉള്ളൂ. 25% കഴിഞ്ഞാൽ സ്പോർട്സ് മോഡ് ഇടാൻ പറ്റത്തില്ലെന്നുള്ളത് പോലും ആ വന്നവന് ബാറ്ററി നോക്കാൻ വന്നവന് അറിയത്തില്ല. മൊബൈൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട് ബാറ്ററിയുടെ ഡ്രോപ്പ് ആകുന്നെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. മൊബൈൽ ചാർജ് ചെയ്യുന്നത് മൊബൈലിൻ്റെ ചാർജ് ശരിക്കും പറഞ്ഞാൽ ചെറിയ ബാറ്ററിയാണ് ചാർജ് ആകും. ഇത് നമ്മൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ടാറ്റയിൽ നിന്ന് കൊടുക്കുന്ന നോളജ് ഇങ്ങനെയാണ്. അവർക്ക് എല്ലാ കാര്യവും ടാറ്റ പറയണം. ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും, നമ്മൾക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിയുടെ മോട്ടർ കംപ്ലയിൻറ്റ് മാറ്റി. ശരിക്കും അലൈൻമെൻറ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു, മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു, മോട്ടർ വരെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നിടത്താണ് നമ്മൾ അലൈൻമെൻറ്റ് ശരിയാകാഞ്ഞിട്ടായിരുന്നു ആ ഒച്ച കേട്ടുകൊണ്ടിരുന്നത്. ഒരു ബാറ്ററി മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് മോട്ടർ മാറ്റിച്ചു. അങ്ങനെ എന്തെല്ലാം പരിപാടികൾ. എന്നിട്ട് അതിൻ്റെ ഫർദർ അത് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ഒന്നുമില്ല. പുള്ളിക്ക് മാറി പുത്തൻ മോട്ടർ കിട്ടിയോണ്ട് പിന്നെ പുള്ളിയും വേറെ പ്രശ്നങ്ങൾക്കൊന്നും പോയി. അല്ല നമ്മൾ ഈ വഴി പെട്ടു പോകുമ്പോഴേ, ഈ ടാറ്റയ്ക്ക് എപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജറാണ്, ബാറ്ററി സംബന്ധമായ ഇഷ്യൂസ് വരുന്നവരാണ്. ചിലപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഹൈ വോൾട്ടേജർ അടിച്ചിട്ട് ന്യൂട്രലിലോട്ട് വന്ന് പിന്നെ വണ്ടി നമുക്ക് ഓടിക്കാൻ മേലാതാവും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും ടാറ്റ എന്ന് വിചാരിച്ചാൽ അവർക്ക് ഇതിലും കുറച്ചും കൂടെ നമ്പർ 1 ആയിട്ട് പോകാം. ഇപ്പോൾ എന്നാന്ന് വെച്ചാൽ വിലക്കുറവുള്ളതുകൊണ്ടാണ് എല്ലാവരും ഈ ടാറ്റ എന്ന് പറഞ്ഞ് പോകുന്നത്. ബാക്കിയുള്ളൊരു വില കുറച്ച് വണ്ടി ഇറക്കുമ്പോൾ നമ്മളങ്ങ് മാറി ചിന്തിക്കും. തീർച്ചയായും ഇവരുടെ ഭാഗത്ത് ഇനിയിപ്പം ആ ഒരു രീതിയിലായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഇതാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിക്സിനെ വെക്കണം അവർ. ഈ EVക്ക് തന്നെയാണെങ്കിൽ അതിന് അത് കറക്റ്റ് പ്രോപ്പർ നോളജ് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളവർ വേണം. അല്ലാതെ എല്ലാവരും IC എഞ്ചിൻ പണിയുന്നതിനെ വിളിച്ചിട്ട് ഇത് ചെയ്യിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇത് ഫുൾ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൊടുക്കും. ആ ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് വർക്കൗട്ട് ആവുള്ളൂ. ട്രെയിൻഡ് പ്രൊഫഷണൽസ് ഇല്ല, അതാണ്. സർവീസ് സെൻ്ററാണ് എല്ലാവരും ഈ തെറി പറയുന്നൊരു കാര്യം. ചേട്ടാ വേറെ ഒന്നും ആരും ഒരു പ്രശ്നമില്ല. ഇപ്പം പുതിയ വണ്ടിക്ക് സോഫ്റ്റ്വെയർ ഇഷ്യൂസിൻ്റെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ബാറ്ററി ഇഷ്യൂ അങ്ങനെ അധികം പേര് പറയുന്നില്ല. സോഫ്റ്റ്വെയർ ഇഷ്യൂ, ബാറ്ററി ഇഷ്യൂ ഒരുവിധം സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഏകദേശം എല്ലാം ഒന്ന് എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പം ചേട്ടാ താങ്ക് യു. അപ്പോൾ ഓക്കെ.